ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്നൊരു വൻപയർ തോരനാണ് ഉണ്ടാക്കുന്നത്. വൻപയറും വാഴപ്പിണ്ടിയും വെച്ചിട്ടുള്ള തോരനും വൻപയറും കായും ചേർത്തിട്ടുള്ള തോരനും നമ്മൾ മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ കാണണം. അപ്പോൾ ഇന്ന് നമ്മൾ വൻപയറിൻ്റെ കൂടെ വേറെ ഒന്നും ചേർക്കുന്നില്ല. വൻപയർ മാത്രം വെച്ചിട്ടുള്ള തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വൻപയർ ഉണ്ടാക്കാനായിട്ട് ഞാൻ തലേന്ന് രാത്രി തന്നെ അരക്കപ്പ് വൻപയർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുതിർത്ത് വെച്ച വൻപയർ കഴുകി വൃത്തിയാക്കി ഇതുപോലൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വൻപയർ നിങ്ങൾ തലേന്ന് കുതിർത്ത് വെക്കാൻ മറന്നുപോയെങ്കിൽ ഒരു അരമണിക്കൂർ ചൂടുള്ള വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കാം. ഇനി കുക്കർ അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ 2 വിസിലും അടിച്ചാൽ മതി. ഇനി നമുക്ക് ഈ ഒരു തോരനിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കണം. ഞാൻ ഇതിലേക്ക് ഏകദേശം ഒരു 7 ചെറിയ ഉള്ളിയും 3 വെളുത്തുള്ളി അല്ലിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ചെറിയ ഉള്ളി ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. തോരൻ നമ്മൾ ഈ ഒരു ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ പച്ചക്കുത്തലൊക്കെ മാറുന്നത് വരെ ഒന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വൻപയറിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലിപ്പോൾ ഉപ്പൊന്നും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല. എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഉപ്പ് നോക്കി ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞു. ഇനി അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് നേരം കുക്ക് ചെയ്യണം. വൻപയറൊക്കെ ഓൾറെഡി വെന്തതാണ്. എന്നാലും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ 2 മിനിറ്റ് കുക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ വേവിച്ച വൻപയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ അതിൽ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളമൊക്കെ മുഴുവനായിട്ട് ഊറ്റിക്കളയണം. അപ്പോൾ ഇത് 2 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ വൻപയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. ഇത് നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെ ആയാലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു രീതിയിൽ വൻപയർ തോരൻ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.